എല്ലാരോടും മന്ദസ്മിതം തൂക. ഞാൻ ചോദിക്കട്ടെ, മാലിക് ബിൻ ദീനാറും അനുയായികളും കേരളത്തിലേക്ക് കടന്നു വരുമ്പോ അവർ അങ്കുലി പരിമിതർ. എന്താ ഈ അങ്കുലി എന്ന് പറഞ്ഞാല്? ഈ കൈയിന്റെ വിരലുകൾക്കാണ് അങ്കുലി എന്ന് പറയാ. ഈ വിരലുകളെ കൊണ്ട് എണ്ണിത്തീർക്കാൻ പറ്റുന്ന ന്യൂനപക്ഷങ്ങളെ ഇത്രയും ആൾക്കാരെ ഉള്ളായിരുന്നു. ഒരു വഫ്ദ്, ഒരു കൊച്ചു സേന, ഒരു കൊച്ചു സംഘം, അവരാണ് പായക്കപ്പലിലൂടെ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഭൂമിശാസ്ത്രപരമായിട്ടും കാലാവസ്ഥാപരമായിട്ടും പ്രകൃതിപരമായിട്ടൊക്കെ കേരളവും അറബ് രാജ്യവും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിന്റെ ഭാഗത്തേക്ക് ആദ്യത്തെ 4 മാസം ഇങ്ങോട്ട് കാറ്റടിച്ചു വീശും കാലാവസ്ഥയാണ്. പിന്നെയുള്ള 4 മാസം കടല് ക്ഷോഭിക്കുന്ന സമയമാണ്. പിന്നെ അവസാനത്തെ 4 മാസം, ഒരു വർഷത്തിലെ പിന്നെ ബാക്കിയുള്ള 4 മാസം ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് കാറ്റ് വീശുന്ന സമയമാണ്. ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കേരളത്തെ കണ്ട അറബികള് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ അപ്പോഴേക്ക് പായക്കപ്പൽ കെട്ടി റെഡിയാക്കി. പായക്കപ്പൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അത് കപ്പലല്ല, ഒരു നൗകയാണ്, ഒരു ചെറിയ തോണി. ആ തോണി അതിന്റെ മുകളിൽ വലിയൊരു പായ കെട്ടിയിട്ടുണ്ടാകും. അപ്പൊ ഈ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിന് അഭിമുഖമായിട്ട് അവർ ഈ പായയെ വിടർത്തി പിടിച്ചു കഴിഞ്ഞാല് ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ് നേരെ ഈ പായമ്മല് വന്നിട്ട് അലതല്ലുമ്പോ അത് കടലിന്റെ ഓളപ്പരപ്പുകളിലൂടെ നീന്തിത്തുടിച്ച് ഇത്ര കാലാവധിയാക്കി കേരളത്തിന്റെ തീരത്തേക്ക് കടന്നു വരും. കേരളത്തിന്റെ തീരത്തേക്ക് അറബികൾ കടന്നു. അതിൽ ഈ അറബികൾ ഈ ഇറങ്ങിയ തീരങ്ങൾ അത് പരിശോധിച്ചാൽ അതൊക്കെ കടലിൽ നിന്ന് കുറച്ച് ഈ തീരത്തേക്ക് ഉൾവലിഞ്ഞ് ക്ഷോഭിക്കൽ കുറഞ്ഞ ഭാഗത്താണ് അവർ പായക്കപ്പൽ ഇറക്കിയത്. അതിലൊന്നാണ് മാട്ടൂല് കടപ്പുറം. ഈ മാട്ടൂര് കടപ്പുറത്തിന്റെ കണ്ണൂര് ഭാഗമാണത്. കണ്ണൂര് ഭാഗമാണ്. അവിടെ തന്നെയാണ് പിന്നെ പള്ളി, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട അല്ലെ, മക്കത്ത് പള്ളി ഉണ്ടാക്കിയ സമയത്ത് തന്നെ പിന്നെ മാടായിയിൽ പള്ളി ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നുണ്ട്. മലയാളത്തിൽ അത് ഉദ്ധൃതമാണ്. മക്കത്തെ പള്ളി, കൊപ്പിച്ച പള്ളി, മലനാട്ടിലൊരു പള്ളി, മാടായി പള്ളി. ഈ മാടായി എന്ന് പറയുന്നത് കണ്ണൂരിന്റെ വളപട്ടണത്തിന്റെ മറ്റൊരു പാർശ്വഭാഗമാണ്. അതിന്റെ വേറൊരു പരിസരമാണ് മാട്ടൂൽ. ഈ മാട്ടൂൽ പറഞ്ഞതാണ് അവര് പായക്കപ്പൽ ഇറങ്ങിയപ്പോ പറഞ്ഞതാണ് വിശാലം, വിസ്തൃതം, അനന്തം, ദൂരത്തേക്ക് വ്യാപിച്ചിരിക്കുന്ന വലിയ കടപ്പുറം അവര് കണ്ടപ്പോ ഈ പായക്കപ്പൽ ഇറങ്ങിയ അറബികൾ പറഞ്ഞു മാതൂൽ. എക്സ്ക്ലമേഷൻ ആണത്, ആശ്ചര്യാണത്. എന്തൊരു ദൈർഘ്യം, എന്തൊരു മാതൂൽ. ആ മാതൂൽ ലോപിച്ചിട്ട് മാട്ടൂൽ കടപ്പുറമാകുന്നത് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ അറബിയുടെ കയ്യൊപ്പത്തിയ സ്ഥലങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. മാക്കൂൽ പീഡിയ, അല്ലെ, ഏത് സ്ഥലം എടുത്തു നോക്കുകയാണെങ്കിലും തമ്മിൽ ഒരു വലിയ ബന്ധവും ഉണ്ടായി. അപ്പൊ ഈ ആദ്യത്തെ 4 മാസം ഇങ്ങോട്ട് കപ്പൽ കാറ്റിങ്ങനെ അടിച്ചപ്പോ ആ കാറ്റിന് അഭിമുഖമായിട്ട് പായ നിവർത്തിയപ്പോ അവർക്ക് ഇവിടെ തീരപ്രദേശത്ത് ഇറങ്ങാൻ കഴിഞ്ഞു. പിന്നെ കടലിൽ നിന്ന് ഉൾവലിഞ്ഞ സ്ഥലത്ത് ഇവരുടെ ഈ പായക്കപ്പലിനെ നൗകയെ നങ്കൂരമിട്ടിട്ട് അതില് കുറച്ച് എന്താ പറയാ കരവിരുതുകളും അതുപോലെ തന്നെ കൈക്രിയകളിലെ നൈപുണ്യമൊക്കെ ഉള്ള അറബി വണിക്കുകൾ. വണിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വാണിജ്യം ചെയ്യുന്ന ആളാണ് വണിക്ക്. അവര് വാണിജ്യത്തിന് പോയി. ചില ബുദ്ധിജീവികളായ ആളുകൾ വന്നു. അവര് ഇറങ്ങിയപ്പോ ഒരുപാട് കുത്തുബ് ഖാനകളിൽ, പള്ളിമേടകളിലേക്ക് പോയി. അവിടെ പോയിട്ട് കിതാബ് എഴുതാൻ തുടങ്ങി. അവിടെ എഴുതപ്പെട്ട കിതാബുകൾ മുതാഅല ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇൽമുമായുള്ള ഒരു ബന്ധം ഇവിടെ സ്ഥാപിക്കാൻ തുടങ്ങി. വേറുള്ള അറബികളോ അവർ കച്ചവട അടിസ്ഥാനത്തില് തീരപ്രദേശങ്ങളിൽ നിന്ന് നടത്താൻ തുടങ്ങി. അങ്ങനെ ഒരു വാണിജ്യ ബന്ധം ഉണ്ടാകാൻ ഈ കാലാവസ്ഥ ഒരു കാരണമായിട്ടുണ്ട്. അപ്പൊ ആ പിന്നെയുള്ള രണ്ടാമത്തെ 4 മാസം കടലിൽ അപ്പൊ ഈ പായക്കപ്പൽ കടലിലേക്ക് ഇറക്കാൻ പറ്റൂല. അപ്പൊ ഇതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ഇവര് നിർവഹിച്ച് തിരിച്ചു പോകാന് ഇതിനെ പാകപ്പെടുത്തി വെക്കും. പിന്നെ അവശേഷിക്കുന്ന അവസാനത്തെ 4 മാസം വരികയാണ്. അപ്പോഴേക്കും വർഷം പൂർത്തിയാവാൻ ആ 4 മാസം ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് കാറ്റ് വീശുന്ന സമയമാണ്. അപ്പൊ പായക്കപ്പൽ റെഡിയാക്കി ഇവിടെയുള്ള ഭക്ഷണ വ്യഞ്ജനങ്ങൾ, ദ്രവ്യങ്ങളൊക്കെ തന്നെ അവർ വില കൊടുത്ത് വാങ്ങിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. അതുകൊണ്ടാണ് മിക്ക അറബി കവിതകളിൽ ജബീലുൽ ഹിന്ദാകട്ടെ
തന്നെ സൈഫും മുഹന്നദാകട്ടെ, ഇന്ത്യയുടെ ഒരുപാട് പ്രോഡക്റ്റുകൾ അവിടെ വളരെ ഊഷ്മളമായ ചർച്ച വിധേയമാക്കപ്പെട്ടത്. പക്ഷേ അതിലൂടെ ഒരു വലിയ പാരമ്പര്യം ഉണ്ടായിത്തീരാൻ. അതിന്റെ കൂട്ടത്തിൽ ആ മാലിക് ദീനാറും അനുയായികളും കേരളക്കാർ അറബിയാം ലോകാവണിക്കുകൾ അനുദിനം വന്നു പോയുള്ളൊരു കേരളം, അതിലുമുപരിയായി വിശ്വപ്രശസ്തരാൽ കേളി നിറഞ്ഞ പ്രദേശമീ കേരളം. അറബികളും അനറബികളുമായ ലോക വാണിജ്യത്തിൻ്റെ തമ്പുരാക്കന്മാര് പായക്കപ്പൽ വന്നിട്ട് കടന്നു വന്ന സ്ഥലമാണ് കേരളം. ചരിത്രപരമായി കേരളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ഇങ്ങനൊരു കാരണമുണ്ട്. അറേബ്യൻ രാജ്യങ്ങളുമായി ആത്മബന്ധം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് നമുക്ക് കൂടുതൽ പുലർത്താനായതും ഇതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ കാലാവസ്ഥ വ്യത്യസ്തം, നമ്മുടെ വേഷവിധാനം വ്യത്യസ്തം, നമ്മുടെ ഭാഷഭൂഷാദികൾ വ്യത്യസ്തം, നമ്മുടെ ഭക്ഷ്യ സംസ്കാരം പോലും വ്യത്യസ്തം, നമ്മുടെ ആതിഥ്യ മര്യാദ പോലും വ്യത്യസ്തം. ഇതൊക്കെ കടന്നു വരാൻ വലിയൊരു കാരണമുണ്ട്. മാലിക് ദീനാറിൻ്റെ അനുയായികളും കേരളത്തിൽ വരുമ്പോൾ അവരാരും ഇതുപോലൊരു വേദി കെട്ടിയിട്ട് ഇസ്ലാമിക പ്രൊപ്പഗേഷൻ നടത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാലിക് ദീനാറും അനുയായികളും ഒരു കവലയിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചത് ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അവർ ഈ ബ്രോഷറുകൾ, ബുക്ക്ലെറ്റുകൾ, അതുപോലെ തന്നെ ലഘുലേഖകൾ അടിച്ചിറക്കിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഇസ്ലാമിനെ പബ്ലിഷ് ചെയ്തോ, എഴുത്തിലൂടെ പേജിലൂടെയോ സ്റ്റേജിലൂടെയോ ഇസ്ലാമിനെ പബ്ലിഷ് ചെയ്തോ, അതും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. ഏതോ ഒന്ന് പോയിട്ടുണ്ട്, അതും കണ്ടെത്താൻ സാധ്യമല്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിക സംവിധാനങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നത്. പിന്നെ എങ്ങനെ ഇത്രയും ഈ ഒരു വിശ്രുതമായ, ഇത്രയും വ്യാപ്തി നിറഞ്ഞ ഒരു ഇസ്ലാമിൻ്റെ സമ്പന്നമായ സംസ്കാരം ഇവിടെ രൂപപ്പെട്ടത് എവിടുന്നാണ്? അത് നമ്മൾ തിരിച്ചറിയണം. അത് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകണം. മാത്രമല്ല, നമ്മുടെയൊക്കെ കർട്ടൻ്റെ ബാക്കിൽ നൂറുകണക്കിന് സ്ത്രീകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. മാലിക് ദീനാറിൻ്റെ അനുയായികളുടെയും കൂടെ പായക്കപ്പലിൽ ഒരു പെണ്ണൊരുത്തി ഉണ്ടായിരുന്നു. ഒറ്റ സ്ത്രീയുമില്ലല്ലോ. അറേബ്യൻ നാട്ടിൽ നിന്ന് ഏതെങ്കിലും സ്ത്രീകളെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തോ? അതുണ്ടായിട്ടില്ലല്ലോ. ആരാണ് പിന്നെ ലക്ഷം വരുന്ന കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ? ഇതെവിടുന്ന് ഉണ്ടായതാണ്? ഈ സമ്പന്നമായ സംസ്കാരം എവിടുന്ന് വളർന്ന് പന്തലിച്ച് തളിർത്ത് തരളിതമായി? അപ്പം മതം എന്നുള്ളത് അദ്ദീനു അന്നസീഹ, ദീൻ ഗുണകാംക്ഷയാണ്, ദീൻ ഗുണദോഷമാണ്, ദീൻ വ്യവഹാരമാണ്, ദീൻ ആതിഥ്യ മര്യാദയാണ്, ദീൻ പെരുമാറ്റത്തിൻ്റെ സൗന്ദര്യമാണ്, ദീൻ മെയ്ക്ക് അതേഴ്സ് ഹാപ്പിയാണ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കലാണ് ദീൻ. അപ്പം എൻ്റെ സന്തോഷം വേറുള്ളവൻ്റെ സന്തോഷമാണ് എന്ന് പറയൽ ദീൻ. അവിടെയാണ് ദീനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ദീൻ ഏറ്റവും കൂടുതൽ പഠിച്ചോ അത്രയും പാതാളത്തോളം താവാനേ കഴിയുള്ളൂ. ദീൻ എത്ര പഠിച്ചോ. കാരണം എന്താ? ദീൻ പഠിക്കുന്തോറും നബിയെ പറ്റിയാണല്ലോ പഠിക്കണത്. നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ സേവനം ചെയ്ത സ്വഹാബി 10 വർഷം സേവനം ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ 10 വർഷക്കാലത്തെ ഖാദിമാവാൻ സൗഭാഗ്യസിദ്ധിയുണ്ടായ സഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ സഹാബിയോട് മറ്റുള്ള അനുചരന്മാരെല്ലാവരും ഒന്നടങ്കം ചോദിക്കുന്നുണ്ട്, വിശുദ്ധ നബിയുടെ വീട്ടിലുള്ള സംസ്കാരങ്ങളൊന്ന് പറഞ്ഞു താ അനസേ, അത് ഞങ്ങളെ സംസ്കാരമാക്കാനാണ്. അവർക്കൊക്കെ ഒരു ഭയങ്കരം ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, യഅ്കുലു മഅൽ ഖാദിം, നമ്മുടെ നേതാവുണ്ടല്ലോ ഭക്ഷണം കഴിക്കാറുള്ളത് അവിടുത്തെ വീട്ടിലേക്ക് പണിയെടുക്കാൻ വരുന്ന തൊഴിലാളിയുടെ കൂടെയാണ്. ഇത് പറഞ്ഞു പോകാൻ എന്തോ ഒരു സുഖാണ്. യഅ്കുലു മഅൽ ഖാദിം ഒരു സിമ്പിൾ വാക്കാണ്. പക്ഷെ ആരാണത്? ലോകാചാര്യൻ, ലോകത്തെ പടക്കാൻ കാരണക്കാരൻ, അങ്ങനെയുള്ളൊരു വിശുദ്ധ ഗുരു ഏത് സിംഹാസനത്തിലാണ് ആരൂഢനാകേണ്ടത്? അങ്ങനെയുള്ള ഒരാൾ തൻ്റെ വീട്ടിലേക്ക് തൊഴിലിന് വേണ്ടി കടന്നു വന്ന പണിയാളൻ, കീഴാളൻ എന്ന് പുതിയ കാലത്ത് മുദ്ര കുത്തപ്പെടുന്ന ജന്മിയുടെ ഭാഷയുടെ പര്യായം. അങ്ങനെയുള്ളൊരു പ്രതീകമാകുന്ന തൊഴിലാളി, ആ തൊഴിലാളിയുടെ മതമേതാവട്ടെ ജാതിയേതാവട്ടെ, പുണ്യനബിയുടെ വീട്ടിൽ 10 വർഷക്കാലം ഞാൻ സേവകനായി സേവനം ചെയ്യുന്ന വേളയിൽ പലവരും കണ്ടുപോയ എൻ്റെ അനുഭവമാണ് ഈ അനസ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. സ്വഹാബ, പരിശുദ്ധ ഗുരു യഅ്കുലു മഅൽ ഖാദിം, അവിടുത്തെ വീട്ടിൻ്റെ മണ്ണ് തേച്ച നിലത്ത്
ചമ്രം പടിഞ്ഞിരിക്കുമ്പോ അവിടുത്തെ ഇടം വലം ഭാഗങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ അതേ തീന്മേശയിലേക്ക് കൈ നീട്ടുന്ന കൈയിന്റെ ഉടമസ്ഥനാരാൻ, ആ വീട്ടിലേക്ക് അന്ന് ഇത്ര ദിർഹമിന് വേണ്ടി കൂലിപ്പണിയെടുക്കാൻ അധ്വാനിക്കാൻ വേണ്ടി കടന്നു വന്ന തൊഴിലാളിയാണ്. ഇതാണ് ഇസ്ലാം. വിശുദ്ധ നബിയെയും ഈ തൊഴിലാളിയെയും തിരിച്ചറിയാത്ത ഏതെങ്കിലും ഒരു അന്യനാട്ടുകാരനായ അപരിചിതൻ ഓർക്കാപ്പുറത്ത് ആകസ്മികമായി ആ വീട്ടിൻ്റെ ഉമ്മറക്കോലായിലേക്ക് കയറി വന്നാൽ ഏതാണ് ഗുരു, ഏതാണ് ശിഷ്യൻ, ഏതാണ് നായകൻ, ഏതാണ് ഭൃത്യൻ എന്ന് തിരിച്ചറിയാതെ മറ്റുള്ളവരോട് ചോദിച്ചു പോകുമാറ് പരിശുദ്ധ റസൂലിന്റെ ജീവിതത്തിന്റെ നിസ്വാർത്ഥത, എല്ലാവരെയും ഒരേ വർണ്ണത്തോടെ കാണാനുള്ള ആ കണ്ണിന്റെ ശക്തിയാണ് നമ്മളാക്കുന്നത്. അവിടെയാണ് ഇസ്ലാം വിജയിക്കുന്നത്. ഖത്തറിന്റെ അൽബൈത്ത് സ്റ്റേഡിയത്തിന്റെ പുൽത്തകടിലേക്ക് ഒരു മുടിവെട്ടുകാരനായ അമേരിക്കയിലെ കറുത്തവർഗക്കാരന്റെ മകനായി മുടി ചുരുണ്ടുപോയതിന്റെ പേരില്, തൊലി കറുത്തുപോയതിന്റെ പേരില് ഒരുപാട് കാലം വെള്ളക്കാരന്റെ ഹോട്ടലിലേക്ക് പോക്കറ്റിൽ പണമുണ്ടായിട്ട് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട മോർഗൻ ഫ്രീമാൻ. കാരണം എന്താണ്? തൊലി കറുത്തവനാൻ, നീ മുടി ചുരുണ്ടവനാൻ, നീ അധസ്ഥിതനാൻ, നീ അവർണനാൻ. അതുകൊണ്ട് ഇത് സവർണറുടെ ഹോട്ടലാൻ, ഇത് വെള്ളക്കാരന്റെ തൊലി വെളുത്തുപോയവന്റെ ഭോജനശാലയാൻ, ഇതിലേക്ക് പ്രവേശനമില്ല. ഞാൻ നിങ്ങളുടെ ഹോട്ടലിൽ ഓസിക്ക് കഴിക്കാൻ വന്നവനല്ല, എന്റെ പോക്കറ്റിൽ ക്യാഷ് ഉണ്ട് എന്ന് പറയുമ്പോ നീ തൊലി കറുത്തു പോയവനാടാ. അതുകൊണ്ട് പോക്കറ്റിൽ പണമുള്ളത് കൊണ്ടും കാര്യമില്ല. ജന്മസിദ്ധമായിട്ട് നിന്റെ തൊലിയുടെ കറുപ്പ് നിനക്ക് കിട്ടിയതാണ്, അതുകൊണ്ട് നീ പോകണം. അങ്ങനെ ബഹിഷ്കരിക്കപ്പെട്ടൊരു മനുഷ്യൻ സ്വന്തം നിലപാടുകളിലൂടെ ലോകത്തിന്റെ അധീശാധിപത്യത്തിലേക്ക് എത്തി. ഇന്ന് അമേരിക്കയിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനീയനാണ് ഈ 6.5 അടി പൊക്കമുള്ള മോർഗൻ ഫ്രീമാൻ. ഖത്തറിന്റെ അൽബൈത്ത് സ്റ്റേഡിയത്തിലേക്ക് മോർഗൻ ഫ്രീമാന് കടന്നു വരുമ്പോ മോർഗൻ ഫ്രീമാന് കൈ കൊടുക്കാൻ വേണ്ടി, മോർഗൻ ഫ്രീമാന് മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ ഖുർആനിക സൂക്തങ്ങളെ ആ ഗാലറിയിൽ ഇരിക്കുന്ന 10,000-കണക്കിന് വ്യത്യസ്ത മതക്കാരെ, വ്യത്യസ്ത രാജ്യക്കാരെ ഉദ്ഘോഷിച്ചു കൊടുക്കാൻ വേണ്ടി ഖത്തർ എന്ന് പറയുന്ന ഭരണകൂടത്തിന് ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തിക്കൂടായിരുന്നോ? ലോകത്തെ ഏറ്റവും വലിയ ആഢ്യത്വമുള്ള ഒരു മുതലാളിയെ ചുമതലപ്പെടുത്തിക്കൂടായിരുന്നോ? ശതകോടീശ്വരന്മാരെ ചുമതലപ്പെടുത്തിക്കൂടായിരുന്നോ? സയന്റിസ്റ്റുകളെ ഏൽപ്പിച്ചുകൂടായിരുന്നോ? എന്തിനാണ് അരക്ക് താഴെ പ്രത്യേക സിൻഡ്രം ബാധിച്ചിട്ട് കാലിന്റെ കുറ്റി പോലും ഇല്ലാത്ത, അരക്ക് താഴെ വളർച്ച തന്നെ ഇല്ലാത്ത, ശരീരത്തിന്റെ ഭാഗങ്ങൾ തന്നെ ഇല്ലാത്ത, 2 കൈകളിലും മൂന്നി നടക്കാൻ വിധിക്കപ്പെട്ട് എന്നിട്ടും തോറ്റുകൊടുക്കാൻ മനസ്സുകൊണ്ട് സന്നദ്ധനാകാതെ വന്ന 20 വയസ്സ് മാത്രമുള്ള ഗാനിം അൽ മിഫ്താഹിനെ തെരഞ്ഞെടുത്തു. അവിടെ മോർഗൻ ഫ്രീമാൻ ഗാനിം അൽ മിഫ്താഹിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ട ഗാനിം, ഈ കൂടിയിരിക്കുന്നത് വ്യത്യസ്ത രാജ്യക്കാരാണ്. ഇതിൽ ടർക്കിഷ് ഉണ്ട്, ഇതിൽ പോർച്ചുഗൽ ഉണ്ട്, ഇതിൽ മഗ്രിബി മൊറോക്കൻ ഉണ്ട്, ഇതിൽ അറബിയുണ്ട്, ഇതിൽ അനറബിയുണ്ട്, ഇതിൽ പാകിസ്ഥാനിയുണ്ട്, ഇതിൽ ഭാരതീയനുണ്ട്. എല്ലാ മതക്കാരുണ്ട്, എല്ലാ ജാതിക്കാരുണ്ട്, വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, വ്യത്യസ്ത ജനപഥങ്ങളുണ്ട്. ആദരണീയനായ നമ്മുടെ തങ്ങളവറുകൾ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ എല്ലാ ജനപഥങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് ഗാനിം, ഈ രാജ്യങ്ങള്, ഈ കൂടിയാളുകള്, ഈ ഗാലറിയിൽ കൂടിയത് വ്യത്യസ്ത രാജ്യക്കാരാൻ, വ്യത്യസ്ത മതങ്ങളാൻ, വ്യത്യസ്ത ആദർശങ്ങളുള്ളവരാൻ, വ്യത്യസ്ത വേഷഭൂഷാദികളുള്ളവരാൻ, വ്യത്യസ്ത ഭക്ഷണ സംസ്കാരങ്ങളുള്ളവരാൻ. ഇവരൊക്കെ തന്നെ ഇവരുദ്ദേശിക്കുന്ന റൂട്ടിൽ പോയാലേ ലോകം ശരിയാകൂ എന്ന് തീരുമാനിച്ചാൽ ലോകത്തിന് എന്തെങ്കിലും സ്വരച്ചേർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാകുമോ ഗാനിം? അതിന് ഗാനിമാണ് മറുപടി പറയേണ്ടത്. ഖത്തറിന്റെ അൽബൈത്ത് സ്റ്റേഡിയത്തിന്റെ അകത്തളത്തിൽ ഇരുന്നിട്ട് അരക്ക് താഴെ പൂർണ്ണമായി വളർച്ച മുരടിച്ചു പോയ ഒരു ഭിന്നശേഷിക്കാരനായ ചെറുപ്പക്കാരൻ അവിടെ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ മധുര മനോജ്ഞമായ ആയത്തുകളെ പാരായണം ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ,
ഇസ്ലാമിന്റെ അനുയായികളെ എന്നല്ല. അല്ലയോ ജനങ്ങളെ, ഇത്ര കാലമായിട്ട് ആകസ്മികമായിട്ട് ഓർക്കാപ്പുറത്ത് പോലും ഒരു ഖുർആനിന്റെ സ്വരരാഗസുധകളെ, ഖുർആനിന്റെ മന്ത്രോച്ചാരങ്ങളെ കർണപുടങ്ങളിലേക്ക് എത്തിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ലാറ്റിൻ അമേരിക്കക്കാരൻ, യൂറോപ്യൻ, ആഫ്രിക്കൻ, ഏഷ്യൻ, അങ്ങനെ വ്യത്യസ്ത മതക്കാരുടെ കർണപുടങ്ങളിൽ ഒരു ഭിന്നശേഷിക്കാരന്റെ സ്വരരാഗസുധയിലൂടെ അള്ളാഹുവിന്റെ വചനം ഇങ്ങനെ അലയടിക്കുകയാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഞാൻ നിങ്ങളെ പഠിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഉബൻ വ ഖബായിൽ, പിന്നെ നിങ്ങളെ വ്യത്യസ്ത രാജ്യങ്ങളാക്കിയത്, വ്യത്യസ്ത വർഗങ്ങളാക്കിയത്, വ്യത്യസ്ത വർണ്ണങ്ങളാക്കിയത്, വ്യത്യസ്ത പ്രവിശ്യകളും പ്രത്യയശാസ്ത്രങ്ങളുമാക്കിയത്. ലിതഅറഫൂ, ഞാൻ ഈ രാജ്യത്തിന്റെ ആളാന്നും പറഞ്ഞ് അതിന്റെ പതാക പിടിച്ചിട്ട് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനല്ല. നിങ്ങൾ തിരിച്ചറിയാൻ, നിങ്ങൾ പരസ്പരം കണ്ടറിയാൻ, നിങ്ങളെ മനസ്സോട് മേളിക്കാൻ, നിങ്ങൾ ഹൃദയത്തോട് ആശ്ലേഷിക്കാൻ, നിങ്ങൾ മസ്തിഷ്കത്തോട് സന്ധിക്കാൻ, നിങ്ങൾ ചിന്തയോട് പരിരംഭണം നടത്താൻ, നിങ്ങൾ ആശയങ്ങളോട് ആലിംഗനത്തിലേർപ്പെടാൻ. അതിനാണ് നിങ്ങളെ വ്യത്യസ്ത കുലങ്ങളും വ്യത്യസ്ത വർഗങ്ങളുമായി ധ്രുവീകരിച്ചിരിക്കുന്നത്. കലഹത്തിന്റെ, കോലാഹലങ്ങളുടെ, ഭയവിഹ്വലതയുടെ, വിഭ്രാന്തജനകമായ ശബ്ദഘോഷങ്ങളെ ഉയർത്തിവിടാനല്ല, നിങ്ങൾ കൈകൾ കോർക്കാനാണ്. എന്നിട്ട് പറയാൻ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, അല്ലാഹുവാകുന്ന നിങ്ങളുടെ സകല മതക്കാരുടെയും ദൈവം തമ്പുരാന്റെ മുമ്പിൽ നിങ്ങളിൽ മാന്യനാരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണേ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, ഉടമസ്ഥനാകുന്ന അള്ളാഹുവിന്റെ സമക്ഷം, സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവ്, റെസ്പെക്ട് ലഭ്യമാകുന്നവൻ ആരാൻ? അത്ഖാക്കും, നിങ്ങളിൽ സൂക്ഷ്മതയുള്ളവനാൻ. എത്ര വിദേശികൾ അന്ന് ഈ ഖുർആനിക വേദഗ്രന്ഥത്തിന്റെ ഉന്നതമായ സൂക്തങ്ങളെ അപഗ്രഥിച്ചു, ചർച്ച ചെയ്തു, പഠിച്ചു. പിന്നെയും സോഷ്യൽ മീഡിയ കൂടെ ഈ ആയത്തിങ്ങനെ ഓടുകയാണ്. ഇതിന്റെ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ ഓടുകയാണ്. എന്തേ ഇസ്ലാം, എന്താണ് അള്ളാഹു, എന്താണ് ഹോളി ഖുർആൻ, എന്താണ് ഇസ്ലാമിന്റെ ആശയം? സമത്വസുന്ദരാൻ, സൂക്ഷ്മതയോടെ ജീവിച്ചവനേ വിജയുള്ളൂ. തൊലിവെളുപ്പല്ല, ആഢ്യത്തല്ല, പണമല്ല, ഒന്നുമല്ല.